ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ചെമ്മീൻ വെച്ചിട്ടുള്ള കൽമാസ് ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ചെറുതായി എരിഞ്ഞ സവാള 3 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. 1/2 കപ്പോളം ചെറുതായി എരിഞ്ഞ ക്യാരറ്റ്, ക്യാപ്സിക്കം, 1 തക്കാളി ചെറുതായി എരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 6 പച്ചമുളകും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കിലോ കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീനും കുറച്ച് മല്ലിയിലയും ചേർത്ത് 5 മിനിറ്റിന് ശേഷം വാങ്ങിവെക്കാം. ചെമ്മീൻ മസാല ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചേ ഞാൻ കൽമാസ് ഉണ്ടാക്കുന്നുള്ളൂ. അതിനായിട്ട് 2 കപ്പ് പത്തിരിപ്പൊടിയും 1/2 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും വലിയ ജീരകവും ചേർത്ത് ചതച്ചെടുത്തതും 2 കപ്പ് വെള്ളവും ചേർത്ത് കുഴച്ചെടുത്ത് നല്ല മാവ് പരുവത്തിലാക്കിയെടുക്കാം. നല്ല നൈസായി കുഴച്ചെടുത്തിട്ട് കൈവെള്ളയിൽ എണ്ണ പുരട്ടി ഓരോ ബോൾസ് മാവ് എടുത്ത് പരത്തി അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്ത് കൽമാസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോതിരി നല്ല കട്ടിയായി ഹാർഡായി കുഴക്കാൻ പാടില്ല. കുറച്ചൊന്ന് ലൂസായി വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കിയെടുത്ത് ഒരു സ്റ്റീമറിൽ വെച്ച് 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. ഈ അളവനുസരിച്ച് ഒരു 15 കൽമാസായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് ചായക്കൊപ്പവും ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കൽമാസാണിത്. എല്ലാവരും ഈ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ചെമ്മീൻ ഫില്ലിങ്ങിന് പകരം ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ഫില്ലിംഗ് ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുന്നത് ചെമ്മീൻ്റെ ഫില്ലിംഗ് ആണ്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്യുന്ന പാത്രം ചൂടാക്കാനായി വെച്ചിട്ടുമുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 6-8 മിനിറ്റ് ആവുമ്പോൾ തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. ഓരോ കൽമാസും ഇട്ട് കൊടുത്ത് നന്നായി പുരട്ടിയെടുക്കാം. കുറച്ച് മസാലയെ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി മസാല ഞാൻ ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെ നല്ലോണം മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൽമാസും ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ